അമ്മിണിയാടും അവളുടെ 7 കുഞ്ഞുങ്ങളും താമസിച്ചിരുന്നേ. കളിച്ചും ചിരിച്ചും സന്തോഷത്തോടെ അവർ ജീവിച്ചു വരികയായിരുന്നു. മക്കളെ, അമ്മയ്ക്ക് ഇന്ന് പാലും കേക്കും വാങ്ങാൻ മാർക്കറ്റിലേക്ക് പോണം. ഞാൻ പോകുമ്പോൾ വാതിൽ പൂട്ടണം. എന്റെ ശബ്ദം കേൾക്കുമ്പോൾ മാത്രമേ തുറക്കാവൂ. അമ്മയുടെ ശബ്ദമാണെന്ന് ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും അമ്മേ? എന്റെ ശബ്ദം ഒരു പാട്ട് പോലും മൃദുലമാണ്. എന്റെ കാൽപാദങ്ങൾക്ക് തൂവെള്ള നിറമാണ്. മറ്റാർക്കും തന്നെ അങ്ങനെയല്ല. മക്കളെല്ലാവരും ശ്രദ്ധിക്കണേ, അമ്മ പെട്ടെന്ന് വരാം. ഞങ്ങൾ ശ്രദ്ധിക്കാം അമ്മേ. അങ്ങനെ അമ്മയാട് കുട്ടികളോട് യാത്ര പറഞ്ഞ് മാർക്കറ്റിലേക്ക് തിരിച്ചു. എന്നാൽ അപകടം അടുത്ത് പതുങ്ങിയിരിക്കുന്നത് അവൾ അറിഞ്ഞില്ല. അവിടെ ഒളിച്ചിരുന്ന തന്ത്രശാലിയായ വിക്രൻ ചെന്നായ വീടിനടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഹേയ് കുട്ടികളെ, വാതിൽ തുറക്ക്. ഇതമ്മയാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാലും കേക്കും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇത് അമ്മയുടെ ശബ്ദമല്ല. അമ്മയുടെ ശബ്ദം വളരെ മൃദുവായതാണ്, അല്ലാതെ ഇത്ര പരുക്കൻ ശബ്ദമൊന്നും അല്ല. വൃത്തികേട്. അവന്മാർക്ക് മനസ്സിലായി. പെട്ടെന്ന് അവനൊരു ബുദ്ധി തോന്നി തൊട്ടടുത്തുള്ള സീബ്രുവിന്റെ കടയിലേക്ക് ഓടി. ഹേയ് സീബ്രു, എന്റെ ശബ്ദം പാറ പോലെ ഉറച്ചതാ. അത് മധുരമാക്കാനുള്ള എന്തെങ്കിലും ഒന്ന് താ. ഈ തേൻ കുടിച്ചാൽ മതി വിക്രു, ശരിയായിക്കൊള്ളും. ഹാ, ഇത് മതിയോ? എന്നാ പിന്നെ ഇത് ഇപ്പൊ തന്നെ അങ്ങ് കുടിച്ചേക്കാം. തേൻ കുടിച്ച് തൊണ്ട ശരിയാക്കിയ വിക്രൻ പെട്ടെന്ന് തന്നെ തിരിച്ച് ആട്ടിൻകുട്ടികളുടെ അടുത്തേക്ക് ഓടി. ഹേയ് കുട്ടികളെ, വാതിൽ തുറക്ക്. ഞാൻ നിങ്ങളുടെ അമ്മയാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാലും കേക്കുമെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. നിക്ക്, നിന്റെ കാല് ഇരുണ്ട് ചെളി പിടിച്ചതാണ്. ഞങ്ങളുടെ അമ്മയുടെ കാല് വെളുത്ത മൃദുവായതാ. നീ ഞങ്ങളുടെ അമ്മയല്ല. നശിപ്പിച്ച്. ഇത്തവണ നടന്നില്ലല്ലോ. ഇവന്മാരെ കൊണ്ട് തോറ്റ്. പുതിയ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. ഇവന്മാരെ പൊക്കിയിട്ടേ ഇനി കാര്യമുള്ളൂ. കളി എന്നോട് കാണിച്ച് തരാടാ നിന്നെയൊക്കെ. എടാ മിട്ടു, എനിക്ക് കുറച്ച് അരിപ്പൊടി വേണം. എന്റെ കാലുകള് മഞ്ഞുപോലെ വെളുപ്പിക്കാനാ. കാലു വെളുപ്പിക്കാനോ? അത് ഇതാ, ഈ കടയിലുള്ള ഏറ്റവും വെളുത്ത അരിപ്പൊടി. നീ എന്നെ ഉപദ്രവിക്കരുത്. ഡാടാടാ, ഞാൻ പറഞ്ഞത് കേട്ടാ നിനക്ക് കൊള്ളാം. കാലു മുഴുവൻ അരിപ്പടി വാരി പൂശി വിക്രൻ പെട്ടെന്ന് തന്നെ ആട്ടിൻകുട്ടികളുടെ അടുത്തേക്ക് ഓടി. ഹേ കുട്ടികളെ, വാതിൽ തുറക്ക്. നോക്ക്, എന്റെ കാലുകള് വെളുത്തതാ. എന്റെ ശബ്ദം മൃദുലവുമാ. ഞാൻ ശരിക്കും നിങ്ങളുടെ അമ്മ തന്നെയാ. എന്തോ കുഴപ്പമുണ്ടല്ലോ. ശബ്ദവും കാലും ഒക്കെ ശരിയാ, പക്ഷെ എന്റെ മനസ്സ് പറയുന്നു ഇത് അമ്മയല്ലെന്ന്. ഓ, മണ്ടത്തരം പറയലടാ. ഇത് അമ്മ തന്നെയാ. കാലുകള് കണ്ടില്ലേ? അപ്പോഴേക്കും വാതിൽ തുറന്ന് വിക്രൻ അകത്തേക്ക് കയറി. എടാ മരമണ്ടന്മാരെ, ഞാൻ നിങ്ങളെ എല്ലാത്തിനെയും പറ്റിച്ചടാ. വിക്രനെ കണ്ട ആട്ടിൻകുട്ടികൾ അലറി കരഞ്ഞുകൊണ്ട് എല്ലാ ദിശയിലേക്കും ഓടി ഒളിച്ചു. എടാ പീക്കിരികളെ, നീയൊക്കെ എവിടെ പോയി ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. എന്റെ കയ്യിൽ നിന്ന് ഒരുത്തനും രക്ഷപ്പെടാൻ പോകുന്നില്ല. അങ്ങനെ ആ ദുഷ്ടൻ ചെന്നായ അവരിൽ 6 ആട്ടിൻകുട്ടികളെയും പിടിച്ച് ഒരു ചാക്കിലാക്കി കെട്ടി അവന്റെ ഗുഹയിലേക്ക് കൊണ്ടുപോയി. മാർക്കറ്റിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തിയ അമ്മിണിയാട് ഞെട്ടിപ്പോയി. വാതിലുകൾ തുറന്ന് മലർന്ന് വീടാകെ അലങ്കോലമായി കിടക്കുന്നു. അയ്യോ, എന്റെ കുട്ടികളെ, നിങ്ങൾ എവിടെ പോയി? അമ്മേ, അമ്മേ, ആ ദുഷ്ടൻ ചെന്നായ വന്ന് 6 പേരെയും പിടിച്ചോണ്ട് പോയി. അയ്യോ, എന്റെ കുട്ടികൾ, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം.
കണ്ണീരോടെ അവർ രണ്ടുപേരും കൂടി വിക്രന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് കാട്ടുവഴിയിലൂടെ വേഗത്തിൽ മുന്നോട്ട് നടന്നു. നടക്കുന്നതിനിടയിൽ അവർ ബാലുക്കരടിയെ കണ്ടുമുട്ടി. അമ്മിണിയാടെ, എന്തിനാണ് ഇങ്ങനെ കരയുന്നേ? എന്താ പറ്റിയേ? ബാലു, ആ ദുഷ്ടൻ ചെന്നായ എന്റെ 6 കുട്ടികളെയും പിടിച്ചു കൊണ്ടുപോയി. ഇവൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. കരയാതിരിക്കാം മണി, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ നിന്നെ സഹായിക്കാം. അവർ 3 പേരും കൂടി കാൽപ്പാടുകൾ പിന്തുടർന്ന് വിക്രന്റെ ഗുഹയ്ക്കു മുൻപിലെത്തി. ഇവിടെ നിന്നും പുകയും എന്തോ തിളയ്ക്കുന്നതിന്റെ മണവും വരുന്നല്ലോ. ഗുഹയ്ക്കുള്ളിൽ ആട്ടിൻ സൂപ്പ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വിക്രൻ ചെന്നായ. ഇല്ലി മുളം കാടുകളിൽ ആട്ടിൻ സൂപ്പ് ഉണ്ടാക്കും ഞാൻ. നന്നായി മസാല തേച്ച് പിടിപ്പിക്കണം. ആട്ടിൻ സൂപ്പ് കഴിച്ചിട്ട് എത്ര നാളായി. എന്തായാലും ഇനി കുറച്ച് നാളത്തേക്ക് ഭക്ഷണമൊന്നും അന്വേഷിച്ച് പോകണ്ട. കുശാലായി എന്റെ ഒരു സമയമേ. തൊട്ടടുത്ത് കെട്ടിവെച്ച ചാക്കിനുള്ളിലിരുന്ന് കരയുകയായിരുന്നു പാവ ആട്ടിൻകുട്ടികൾ. അവരുടെ കരച്ചിൽ ആര് കേൾക്കാനാ? അയ്യോ ബാലു, അവനവരെ സൂപ്പാക്കാൻ പോവാ. ഈ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് പോയൊന്ന് ഒളിച്ചിട്ട് വരാം. എന്നിട്ട് വേണം ആട്ടിൻ സൂപ്പ് ഒന്ന് വിശാലമായിട്ടിരുന്ന് കഴിക്കാൻ. ആലോചിച്ചിട്ട് തന്നെ കൊതി വരുന്നു. അങ്ങനെ കുളിക്കുന്നതിന് വേണ്ടി അവൻ ഒരു ടവലും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് പോയി. ഹേയ് അമ്മിണി, വേഗം വാ. ഇതൊരു നല്ല സമയാ. അവൻ കുളിക്കാൻ പോയേക്കുവാ. നമുക്ക് അവരെ പോയി രക്ഷിക്കാം. അകത്തേക്ക് കയറി അവർ ചാക്കിന്റെ കെട്ടഴിച്ച് ഓരോരോ ആട്ടിൻകുട്ടികളെയായി പുറത്തെടുത്തു. അമ്മേ, അമ്മേ, അമ്മേ. എന്റെ കുഞ്ഞുങ്ങളെ, ഭയപ്പെടണ്ട. എല്ലാവരും സുരക്ഷിതരാണ്. പക്ഷേ ആ ചെന്നായയെ ഒരു പാഠം പഠിപ്പിക്കണം. എനിക്കൊരു ഐഡിയ തോന്നുന്നു. വേഗം എന്നെ ഈ ചാക്കിനകത്താക്കി കെട്ടിവെക്കൂ. പക്ഷേ ബാലു, നിനക്ക് എന്തെങ്കിലും പറ്റിയാലോ? ആ ദുഷ്ടൻ എന്ത് ചെയ്യാനും മടിക്കാത്തവനാ. അമ്മിണി, നീ വിഷമിക്കണ്ട. ഇത് ഞാൻ ഏറ്റു. എന്നെ ഒന്ന് വിശ്വസിക്കേ. നമ്മൾ അവനെ ഒരു പാഠം പഠിപ്പിക്കും. ബാലു, ചാക്ക് ഞാൻ മുറുകെ കെട്ടിയിട്ടുണ്ട്. നീ ശ്രദ്ധിക്കണേ. നമുക്ക് ഈ വാതിലിനു പിന്നിൽ ഒളിച്ചിരിക്കാം. കുളി കഴിഞ്ഞ് പാട്ടും പാടി തിരിച്ചെത്തിയ വിക്രൻ കൊതിയോടെ ചാക്കിന്റെ കെട്ടഴിച്ചു. ഇങ്ങോട്ട് വാടായല്ല. ഇത് ഞാനാടാ ബാലു, അവന്റെ ഒരു സൂപ്പ്. പേടിച്ചു വിറച്ച വിക്രൻ അലറിക്കൊണ്ട് അവിടെ ചുറ്റും കിടന്നാടി കാൽ വഴുതി തിളച്ച വെള്ളത്തിലേക്ക് ഒരു വീഴ്ച. അയ്യോ, പൊള്ളുന്നേ പൊള്ളുന്നേ. അയ്യോ, എന്റെ വാല്, എന്റെ കാല്. അയ്യോ. ദേഹമാസകലം പൊള്ളി നിലവിളിച്ചോടിയ അവനെ പിന്നീട് ആരും കണ്ടിട്ടില്ല. ബാലു, നീ ഞങ്ങളെ രക്ഷിച്ചു. ജീവിതം തിരികെ തന്നു. എങ്ങനെ നന്ദി പറയുമെന്ന് എനിക്കറിയില്ല. ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എന്തു പ്രശ്നത്തെയും മറികടക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി. നല്ലൊരു ഗുണപാഠവുമായി നമ്മുടെ കൊച്ചു